Dear students, once again welcome to our phonetics class. Last class we were discussing stress. Today let us continue it. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ആ സ്ട്രെസ്സിൻ്റെ ക്ലിയർ ചെയ്യാനൊന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു വേർഡിൽ എല്ലാ സില്ലബിളും ഒരുപോലെ അല്ല എംഫസൈസ് ചെയ്യുക അല്ലെങ്കിൽ അമർത്തി ഉച്ചരിക്കുക. ഒരു പെർട്ടിക്കുലർ സില്ലബിൾ അമർത്തി ഉച്ചരിക്കും. ഇംഗ്ലീഷിൽ സ്പെഷ്യാലിറ്റിയാണ്. ആ അമർത്തി ഉച്ചരിക്കുന്ന ആ പെർട്ടിക്കുലർ സില്ലബിളാണ് സ്ട്രെസ് വീഴുക. സ്ട്രെസ് മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മേലെ ആ സിലബിളിൻ്റെ തൊട്ട് മേലെ ഒരു വര ഇട്ടിട്ടാണ്. ഇവിടെ നോക്കുക, അക്കാഡമി എന്ന് പറയുമ്പോൾ കേ സൗണ്ടിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഒന്ന് എംഫസൈസ് ചെയ്യുന്നു. അതുപോലെ അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഡ സൗണ്ടിൻ്റെ മേലെ എംഫസൈസ് ചെയ്യുന്നു. അക്കാഡമേഷ്യൻ എന്ന് പറയുമ്പോൾ അക്കാഡമൈ ആ സിലബിളിൻ്റെ മേലെ സ്ട്രെസ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫ് ഫസ്റ്റ് സിലബിൾ, ഫോട്ടോഗ്രാഫ് സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് മാർക്ക്, ഫോട്ടോഗ്രാഫിക് തേർഡ് സിലബിളിൽ. അതുപോലെ പോളിറ്റിക്സ് ഫസ്റ്റ് സിലബിളിൽ സ്ട്രെസ്, പൊളിറ്റിക്കൽ സെക്കൻഡ് സിലബിളിൽ സ്ട്രെസ്, പൊളിറ്റീഷ്യൻ തേർഡ് സിലബിളിൽ സ്ട്രെസ്. അപ്പോൾ നമ്മൾ എവിടെയാ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അവിടെ ഒരു എംഫസിസ് ഉണ്ടാവും. ഒന്ന് അമർത്തി ഉച്ചരിക്കുന്നതിനാണ് നമ്മൾ സ്ട്രെസ് പറയാം. മാർക്ക് ചെയ്യുന്നത് ഒരു മേലെ അതിൻ്റെ സിലബിളിൻ്റെ മേലെ ഒരു വര ഇട്ടുകൊണ്ടാണ്. അടുത്ത സ്ട്രെസ്സിൻ്റെ റൂളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആ സ്ട്രെസ് റൂള് ശ്രദ്ധിക്കാം. ആ സ്ട്രെസ്സിൻ്റെ റൂള് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. വളരെ നന്നായി നിങ്ങളത് ശ്രദ്ധിക്കുക, പഠിക്കുക, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത് എഴുതുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോളോവിങ് സഫിക്സസ് ഡു നോട്ട് അഫക്റ്റ് ദ ആക്സെൻറ്റ് എന്ന് നിങ്ങൾ റൂളിൽ എഴുതുക. അടുത്ത റൂൾ എങ്ങനെ എഴുതേണ്ടത്, ഫോളോവിങ് സഫിക്സസ് ഡു നോട്ട് അഫക്റ്റ് ദ ആക്സെൻറ്റ്. അതിനുശേഷം ഈ വേർഡ്സ് ബൈഹാർട്ട് ചെയ്യുക. ഷിപ്സെൻഡറി മറന്നുകൊണ്ട, ഈ വേർഡ് സ്പെല്ലിംഗ് അടക്കം ബൈഹാർട്ട് ചെയ്യുക. ഷിപ്സെൻഡറി, മെൻറ്റേജിനർ, ഫുളിഷ്ലെസ്ലി, Hudai's necessiverance, 8 crazy crat, meter graph logography. ഒന്നുകൂടെ, ഷിപ്സെൻഡറി, മെൻറ്റേജിനർ, ഫുളിഷ്ലെസ്ലി, Hudai's necessiverance, 8 crazy crat, meter graph logography. ഈ വേർഡ്സ് സഫിക്സുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ വേർഡ്സ് ആണ്. സഫിക്സുകൾ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ അവസാനം വരുന്നത്. ഇപ്പം ഫ്രണ്ട് എന്നുള്ള വേർഡിൻ്റെ അവസാനമാണ് ഷിപ്പ് വരുന്നത്, അപ്പോൾ ഫ്രണ്ട്ഷിപ്പ്. സ്കോളർ എന്നുള്ള അവസാനം സ്കോളർഷിപ്പ്. ഈ ഷിപ്പ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൻ്റെ അവസാനം ഷിപ്പ്, സ്കോളറിൻ്റെ അവസാനം ഷിപ്പ്, ഒരു വേർഡിൻ്റെ അവസാനം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സഫിക്സ്. അപ്പോൾ സഫിക്സുകൾ കൂട്ടിച്ചേർത്ത വേർഡ്സുകളാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. അതിനുശേഷം ഫോളോവിങ് സഫിക്സസ് ഡു നോട്ട് അഫക്റ്റ് ദ ആക്സെൻറ്റ് എന്ന് എഴുതിയിട്ട് ഇതൊക്കെ കോമയിട്ട് എഴുതി വെക്കുക. മൊത്തമായിട്ട് കോമയിട്ട് എഴുതുക. ഷിപ്സെൻഡറി എന്നുള്ള വേർഡൊന്നും അല്ല എഴുതേണ്ടത്, ഓരോന്നായിട്ട് കോമ എഴുതുക. ഷിപ്സെൻഡറി, മെൻറ്റേജിനർ, ഫുളിഷ്ലെസ്ലി, ഹുഡൈസ് നെസസിവറൻസ്, 8 ക്രേസി ക്രാറ്റ്, മീറ്റർ ഗ്രാഫ് ലോജിഗ്രാഫി. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ സഫിക്സുകൾ വരുന്ന വേർഡുകൾ എടുക്കുകയാണെങ്കിൽ ആ വേർഡിൽ എവിടെയാണോ സ്ട്രെസ് അവിടെ തന്നെ ആയിരിക്കും സ്ട്രെസ്സിന് യാതൊരു മാറ്റവും ഈ സഫിക്സുകൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇൻഫ്ലക്ഷണൽ സഫിക്സുകളായിട്ടുള്ള ED, ES, ING ഒരിക്കലും എന്ത് ചെയ്യില്ല. ഇൻഫ്ലക്ഷണൽ സഫിക്സുകളായിട്ടുള്ള ED, ES, ING ഒരിക്കലും സ്ട്രെസ്സിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആക്സെന്റിനെ ബാധിക്കില്ല. എന്താ വെച്ചാൽ കം എന്ന വേർഡിന്റെ മുകളിലാണ് സ്ട്രെസ് വരുന്നത്. അതിൽ നമ്മൾ ING ചേർത്ത കമ്മിങ്, ING എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ഇത്രയും സഫിക്സുകൾ വേർഡ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത്രയും സഫിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ക്രേസി ക്രാറ്റും മീറ്റർ ഗ്രാഫ് ലോജിഗ്രാഫി നിങ്ങൾ വിട്ടേക്കുക. ഈ 3 പഠിക്കേണ്ടത്. ഷിപ്സെൻഡറി, മെൻറ്റേജിനർ, ഫുളിഷ്ലെസ്ലി, ഹുഡൈസ് നെസസിവറൻസ്. ഇത്രയും എഴുതിയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഒന്നുകിൽ എബോവ് സഫിക്സസ് ഡു നോട്ട് അഫക്റ്റ് ദ ആക്സെന്റ്, അല്ലെങ്കിൽ ഫോളോവിങ് സഫിക്സസ് ഡു നോട്ട് അഫക്റ്റ് ദ ആക്സെന്റ്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കിടക്കാം. ആദ്യത്തെ വേർഡ് നമ്മൾ പഠിച്ച വേർഡാണ് ഷിപ്സെൻഡറി. നോക്കുക, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ വേർഡിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒറ്റ സിലബിളേ ഉള്ളൂ. ഫ്രണ്ട് ഫസ്റ്റ് തന്നെ മാർക്കാണ്. ഫ്രണ്ട് നമ്മൾ ഇതിന് ശേഷം ഷിപ്പ് ചേർത്തു, ഫ്രണ്ട്ഷിപ്പ്. സ്ട്രെസ്സിന് യാതൊരു മാറ്റമില്ല. സ്കോളർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ സൗണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെസ് ആവില്ല. അപ്പോൾ 2 സിലബിളാണ് സ്കോളറിനുള്ളത്. ഫസ്റ്റ് തന്നെയാണ് സ്ട്രെസ് മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്കോളർ, ഷിപ്പ് നമ്മൾ ചേർത്തു, ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ടൗൺഷിപ്പ്,
എന്ന വേർഡിൽ ഒറ്റ സിലബിളേ ഉള്ളൂ, സ്ട്രെസ് ചേർത്തു. ടൗൺ, ഷിപ്പ് ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. അതുപോലെ വർക്ക്മാൻഷിപ്പ്, വർക്ക്മാൻഷിപ്പ് ഫസ്റ്റിലാണ് സ്ട്രെസ്, വർക്ക്മാനിലെ ഫസ്റ്റിലാണ് സ്ട്രെസ്, ഷിപ്പ് ചേർത്തു, ഒന്നും സംഭവിക്കുന്നില്ല. സ്റ്റുഡൻഷിപ്പ് നോക്കാം, ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ഷിപ്പ് ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ബാറ്റിൽഷിപ്പ്, ബാറ്റിൽ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ബാറ്റിൽ 2 സിലബിളാണ്, ഷിപ്പ് ചേർത്തുമ്പോൾ 3 എണ്ണായി, പക്ഷേ സ്ട്രെസ്സിന് മാറ്റമില്ല. നോക്കാം. സിറ്റിസൺ, സിറ്റി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെൻ ചേർക്കാണ്. സിറ്റിയിൽ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, സെൻ ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ഔട്ട് ബ്രേസൺ, ഔട്ട് ബ്രേസൺ, ഔട്ട് ബ്രേസൺ 3 സിലബിള്, ആ രണ്ടാമത്തെ സിലബിളാണ് സ്ട്രെസ്, നത്തിങ് ഹാപ്പൻസ്. അടുത്ത് നോക്കുക. TER, ഹിറ്റർ, ഹിറ്റർ 2 സിലബിളാണ്, ഹിറ്റ് എന്നുള്ള വേർഡിൽ TER ചേർക്കുന്നു, നത്തിങ് ഹാപ്പൻസ്, ഫസ്റ്റ് സിലബിൾ തന്നെ സ്ട്രെസ്. ജസ്റ്റർ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ER ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. പൺസ്റ്റർ, പൺ എന്നുള്ള വേർഡ് ഒറ്റ സിലബിളേ ഉള്ളൂ, ഫസ്റ്റ് തന്നെ സ്ട്രെസ്, പിന്നെ TER ചേർത്തു, നത്തിങ് ഹാപ്പൻസ്, സ്ട്രെസ് ഫസ്റ്റ് സിലബിൾ തന്നെ. വെയിറ്റർ, വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, അതുപോലെ ER ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. അതുപോലെ ബോൺ എന്നുള്ള വേർഡ് ബോണിങ്, നത്തിങ് ഹാപ്പൻസ്. വേർത്ത് എന്നുള്ള വേർഡ് വേർത്തി, ഇവിടെയും ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്, എർത്ത്, എർത്തി. ഓക്കെ, ഷിപ്സെൻഡറി പഠിച്ചല്ലോ. അത് അടുത്ത് നമുക്ക് നോക്കേണ്ടത് മെൻറ്റേജനർ എന്നാണ്. മെൻറ്റേജനർ, ഈ വേർഡ് ബൈ ഹാർട്ട് ചെയ്യുക. മെൻറ്റേജനർ. ഗവൺമെൻറ്റ് എത്ര സിലബിൾ ഉണ്ട്? ഗവൺമെൻറ്റ് 3 സിലബിളാണ്. അപ്പോൾ ഗവൺ എന്നുള്ള വേർഡിൽ 3 സിലബിള്, സോറി ഗവൺമെൻറ് എന്നുള്ള വേർഡിൽ 3 സിലബിൾ, ഗവൺ എന്നുള്ള വേർഡിൽ 2 സിലബിളേ ഉള്ളൂ. അപ്പോൾ അതിലെ ഫസ്റ്റ് സിലബിളാണ് ഗവണിൽ നമ്മൾ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, കാരണം രണ്ടാമത്തെ സിലബിളിൽ ഉണ്ട്, അതുകൊണ്ട് സ്ട്രെസ് ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ്, അപ്പോൾ മെൻറ്റ് ചേർത്തു, ഒന്നും സംഭവിക്കുന്നില്ല. മാനേജ്മെൻറ്റ്, മാൻ എന്നുള്ള വേർഡിലാണ് സ്ട്രെസ് വരുന്നത്, ഫസ്റ്റ് സിലബിളിൽ ഫസ്റ്റ് സിലബിൾ സ്ട്രെസ് വരുന്നു. മാനേജ്മെൻറ്റ് 3 സിലബിൾ ഉണ്ട്, മാനേജ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മെൻറ്റ് ചേർക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. റേഞ്ച്, റേഞ്ച് 2 സിലബിൾ ഉണ്ട്, ആദ്യത്തെ അവിടെ സൗണ്ട് വരുന്നു, സ്ട്രെസ് ചെയ്യാൻ പാടില്ല, സെക്കൻഡ് സിലബിളാണ് സ്ട്രെസ്. റേഞ്ച്, അവിടെ മെൻറ്റ് ചേർക്കുന്നു, അറേഞ്ച്മെൻറ്റ് 3 സിലബിളായി, പക്ഷേ സ്ട്രെസ് സെക്കൻഡ് സിലബിൾ തന്നെ. അപ്പോയിൻമെൻറ്റ്, തുടക്കത്തിൽ തന്നെ സൗണ്ടാണ്, ഇപ്പോൾ രണ്ടാമത്തെ സിലബിളാണ്. പോയിന്റ് 2 സിലബിളായി, രണ്ടാമത്തെ സിലബിൾ സ്ട്രെസ്. അപ്പോയിൻമെൻറ്റ്, ഇപ്പം 3 സിലബിൾ, സ്ട്രെസ്സിന് ചേഞ്ച് ഇല്ല. അടുത്ത് നോക്കാം. ഓർഫനേജ്, ഓർഫൻ 2 സിലബിളാണ്, ഓർഫൻ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, രണ്ടാമത്തെ സിലബിളിൽ ഫൻ സൗണ്ട് ഉണ്ട്, അപ്പോൾ ഓർഫൻ ഇജ് 3 സിലബിൾ, AG ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ബോണ്ടിജ്, ബോണ്ട് ഫസ്റ്റ് സിലബിളിലാണ് തന്നെ സ്ട്രെസ്, ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 സിലബിളേ ഉള്ളൂ, ബോണ്ട് ഇജ് 2 സിലബിളായി, സ്ട്രെസ്സിന് മാറ്റമില്ല. ബ്രൈറ്റൻ, ബ്രൈറ്റ് ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, EN ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ഡാർക്കൻ, ഡാർക്ക് ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്, EN ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ക്യാച്ചർ, ക്യാച്ച് ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ER ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. മേക്കർ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ER ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെൻറ്റ്, ഏജ്, EN, ER ഈ സാധനങ്ങൾ ഏത് വേർഡിൻ്റെയും അവസാനം വരുമ്പോൾ ആ വേർഡിൽ, ആ റൂട്ട് വേർഡിൽ എവിടെയാണോ സ്ട്രെസ് അവിടെ തന്നെ ആയിരിക്കും, സ്ട്രെസ് മാറില്ല. ഈ സഫിക്സുകൾ ചേർത്തു എന്ന് വെച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, മാറില്ല. മെൻറ്റ്, ഏജ്, EN, ER എന്ന സഫിക്സുകൾ ചേർത്തു എന്ന് വെച്ചുകൊണ്ട് ആ സ്ട്രെസ്സിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. അതാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമുക്ക് മറ്റൊരു വേർഡ്, അതായത് ഷിപ്സെൻഡറി നമ്മൾ പഠിച്ചു, മെൻറ്റേജനർ പഠിച്ചു. അടുത്തത് ഫുളിഷ്ലെസ്ലി, അടുത്തത് ഫുളിഷ്ലെസ്ലി. നോക്കാം. ബ്യൂട്ടി ഫസ്റ്റ് വേർഡ്, ബ്യൂട്ടി എന്നുള്ള ഫസ്റ്റ് വേർഡിലെ സ്ട്രെസ് ഫസ്റ്റ് സിലബിൾ തന്നെയാണ്. ബ്യൂട്ടി ഫുള്ള് ചേർത്തു, നത്തിങ് ഹാപ്പൻസ്, ഒന്നും മാറുന്നില്ല. മീനിങ് ഫുൾ, മീനിങ് ഫസ്റ്റ് വേർഡിലാണ്, ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, മീനിങ്, അപ്പം ഫുള്ള് ചേർത്തു, ഒന്നും സംഭവിക്കുന്നില്ല. പേർപ്പസ്ഫുൾ, പേർപ്പസ്ഫുൾ 3 സിലബിള്, ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, ഫുള്ള് ചേർത്തു, നത്തിങ് ഹാപ്പൻ. റെഡിഷ് ഫസ്റ്റ് സിലബിളിലെ സ്ട്രെസ്, ISH ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ചൈൽഡിഷ്, ചൈൽഡ് ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്, ISH ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ഫെയ്ത്ത്ലെസ് ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്, പിന്നെ LESS ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. കളർലെസ്, കളർ ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്, എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സിലബിൾ ഉണ്ട്, കളർ, ഇപ്പോൾ ഫസ്റ്റ് സിലബിൾ സ്ട്രെസ്. കളർലെസ് 3 LESS ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. കവേർഡ്ലി, കവേർഡ് ഫസ്റ്റ് സിലബിളാണ് സ്ട്രെസ്,
സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ly ചേർത്തു, നത്തിങ് ഹാപ്പൻ. അടുത്ത നമ്മൾ വേർഡ് നോക്കേണ്ടത് സഫിക്സുകൾ കൂട്ടിച്ചേർത്ത ഫുളിഷ്ലെസ്ലി. ഫുള്ള് സഫിക്സ് ആണ്, ISH സഫിക്സ് ആണ്, LES സഫിക്സ് ആണ്, ly സഫിക്സ് ആണ്. BUT 2 സില്ലബിളാണ്, ഫസ്റ്റ് സില്ലബിളാണ് സ്ട്രെസ്. ഫുള്ള് ചേർത്തു, ഒന്നും സംഭവിക്കുന്നില്ല, അവിടെ തന്നെ സ്ട്രെസ്. മീനിങ് ഫുൾ, മീനിങ് 2 സില്ലബിള്, സ്ട്രെസ് ഫസ്റ്റ് സില്ലബിളിൽ, ഫുള്ള് ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. പേർപ്പസ്ഫുൾ, പേർപ്പസ് 2 സില്ലബിൾ, ഫസ്റ്റ് സില്ലബിളിലാണ് ഇവിടെ സ്ട്രെസ്, ഫുള്ള് ചേർത്തു, ഫസ്റ്റ് സില്ലബിൾ തന്നെ സ്ട്രെസ്. റെഡിഷ്, റെഡ് ഫസ്റ്റ് സില്ലബിളിൽ, ISH ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ചൈൽഡിഷ്, ചൈൽഡ് ഫസ്റ്റ് സില്ലബിൾ, ISH ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. ഫെയ്ത്ത്ലെസ്, ഫെയ്ത്ത് ഫസ്റ്റ് സില്ലബിൾ, LESS ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. കളർലെസ് ഫസ്റ്റ് സില്ലബിളിലാണ് സ്ട്രെസ്, LESS ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. കവേർഡ്ലി, കവേർഡ് ഫസ്റ്റ് സില്ലബിളിലാണ് സ്ട്രെസ്, ly ചേർത്തു, നത്തിങ് ഹാപ്പൻസ്. അൺഇൻറ്ററപ്റ്റഡ്ലി എത്ര സില്ലബിൾസ് ആണ്? 6 സില്ലബിൾ. അൺഇൻറ്ററപ്റ്റഡ്ലി ഫോർത്ത് സില്ലബിളിലാണ് ഇവിടെ സ്ട്രെസ് വരുന്നത്, ഫോർത്ത് സില്ലബിളാണ്. അപ്പോൾ നമ്മൾ കൂടുതലായും കണ്ടിട്ടുള്ളത് ഇവിടെ, പിന്നെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സില്ലബിളിലാണ് നമ്മൾ സ്ട്രെസ് വീഴുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ പ്രശ്നം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ സഫിക്സുകളൊക്കെ ഏത് വേർഡിൻ്റെ കൂടെയും കൂട്ടിച്ചേർത്താൽ, ഈ സഫിക്സ് നമ്മൾ കണ്ടല്ലോ, ഷിപ്സെൻഡറി, മെൻറ്റേജനർ, ഫുളിഷ്ലെസ്ലി എന്ന് ഇത്രയും ഇതൊക്കെ സഫിക്സുകളാണ്. ഈ സഫിക്സുകളൊക്കെ ഏത് വേർഡിൻ്റെ കൂടെയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ വേർഡിൽ ഏത് സില്ലബിൾ, ആ റൂട്ട് വേർഡിൽ ഏത് സില്ലബിളിലാണോ സ്ട്രെസ് അവിടെ തന്നെ ആയിരിക്കണം. അത് ഫസ്റ്റിലാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആ റൂട്ട് വേർഡിൽ 1ലാണെങ്കിൽ പിന്നെ ഈ സഫിക്സുകൾ ഏതെങ്കിലും ചേർത്താൽ 1 തന്നെ ആയിരിക്കും. ആ റൂട്ട് വേർഡിൽ സെക്കൻഡിലാണെങ്കിൽ ഈ സഫിക്സുകൾ ഏതെങ്കിലും ചേർത്താൽ സെക്കൻഡിൽ തന്നെ ആയിരിക്കും. ആ റൂട്ട് വേർഡിൽ പിന്നെ തേർഡിലാണെങ്കിൽ ഈ സഫിക്സുകൾ എവിടെയെങ്കിലും ചേർത്തു ആ റൂട്ട് വേർഡ് ചേർത്താൽ തേർഡിൽ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ കുറേ കണ്ടത് ഫസ്റ്റ് സില്ലബിളിൽ വന്നിട്ടുള്ളതാണ്. അത് ഫസ്റ്റ് സില്ലബിളിലാണ് അവിടെയൊക്കെ സ്ട്രെസ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ വേർഡ്സുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വേർഡിൽ ഫസ്റ്റ് സില്ലബിളിൽ സ്ട്രെസ് വരുന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ റൂട്ട് വേർഡിൽ, ബേസ് വേർഡിൽ എവിടെയാണോ സ്ട്രെസ് അവിടെ തന്നെ ആയിരിക്കും സ്ട്രെസ്. ഈ സഫിക്സുകൾ നമ്മൾ ഇത്രയും പഠിച്ച ഷിപ്സെൻഡറി, മെൻറ്റേജനർ, ഫുളിഷ്ലെസ്ലി വെറുതെ വേർഡ് ഉണ്ടാക്കിയതാണ്. ഈ സഫിക്സുകൾ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേർഡുകളിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ വേർഡിൽ എവിടെയാണോ സ്ട്രെസ് അവിടെ തന്നെ ആയിരിക്കും സ്ട്രെസ്. ഈ സഫിക്സുകൾ ചേർത്തു എന്ന് വെച്ചുകൊണ്ട് സ്ട്രെസ്സിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.